ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് മീഷോയിൽ നിന്നും വാങ്ങിയ സാരിയിൽ നിന്നും അടിപൊളി ധാവണി സെറ്റ് ചെയ്താലോ? അതിനായി വീഡിയോയിൽ കാണുന്നത് പോലെ തുണിയെടുത്ത് പാവാടയ്ക്കായി കുഞ്ഞു കുഞ്ഞു പ്ലീറ്റുകൾ എടുക്കുക. പ്ലീറ്റുകൾ എടുത്തതിന് ശേഷം സൈഡിലുള്ള തുണി കട്ട് ചെയ്ത് മാറ്റണം. ഷോളിന് ആവശ്യമുള്ള തുണി കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് പാവാടയ്ക്കുള്ളത് തയ്ക്കാൻ വേണ്ടി. കണ്ടോ, ഇതുപോലെ തയ്ച്ചെടുക്കണം. അതിനുശേഷം കട്ട് ചെയ്തെടുത്ത തുണിയുടെ അറ്റത്ത് കൂടി ലൈനിങ് തുണിയും കൂടെ വെച്ച് ഇതുപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് തയ്ച്ച് എടുക്കണം. ഇത് പാവാടയുടെ നല്ല വശത്ത് വെച്ച് വേണം തയ്ച്ചെടുക്കാൻ. അതിനുശേഷം തിരിച്ചിടുമ്പോൾ തയ്യൽ തുമ്പ് വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടും പുറത്ത് കാണാത്ത വിധത്തിൽ കിട്ടും. ഇതിനുശേഷം ഇതിനെ പതിപ്പിച്ച് ഒരു തയ്യലും കൂടെ തയ്ച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഞാട കയറ്റാനോ വേണ്ടി ഒരു പട്ട വയ്ക്കണം. കണ്ടോ, വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പീസ് തുണിയെടുത്ത് ഇതുപോലെ മടക്കി വെച്ച് നല്ലതായിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിനെ തിരിച്ച് വെച്ച് ഒരു തയ്പ്പും കൂടെ തയ്ക്കണം. അപ്പോൾ ഞാട കയറ്റാനുള്ള പട്ട റെഡിയാവും. ഇതിന് ശേഷം ബ്ലൗസ് തയ്ക്കുന്നതിന് വേണ്ടിയുള്ള തുണിയെടുത്ത് ഇതുപോലെ വച്ച് അളവ് തുണി അതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കഴുത്തും കൈക്കുഴിയും അടയാളപ്പെടുത്തി തയ്യൽ തുമ്പും ഒരു 1.5 ഇഞ്ച് വീതം സൈഡിൽ എക്സ്ട്രാ വിട്ട് ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതിന് ശേഷം ഇതിൻ്റെ പുറത്തുകൂടി ലൈനിങ്ങിൻ്റെ തുണിയും കൂടെ വെച്ച് ഇതേപോലെ അളവിൽ തയ്ച്ചെടുക്കണം. കണ്ടോ, വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൈക്കുഴിയും കഴുത്തും ആദ്യം തയ്ച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ നല്ല വശത്തോട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് ഒട്ടും പുറത്ത് കാണത്തില്ല, നല്ല നീറ്റായിട്ട് തയ്ച്ച് കിട്ടും. ഇതിനു വേണ്ടിയാണ് ആദ്യം ഇങ്ങനെ ഒരു തയ്യൽ തയ്ച്ചെടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ച് നല്ലതുപോലെ പതുക്കെ പതുക്കെ വേണം ഇത് തയ്ച്ചെടുക്കാൻ. ഇതിന് ശേഷം ഇതിനെ തിരിച്ചിട്ട് എടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഫ്രണ്ട് പാർട്ട് നമ്മൾ തയ്ക്കുമ്പോൾ ഇതുപോലെ നടുക്ക് കൂടി ഒരു തയ്യൽ തയ്ച്ചെടുക്കണം. അതിനുശേഷം കട്ട് ചെയ്തെടുത്ത് തിരിച്ചെടുക്കുമ്പം നീറ്റായിട്ട് ഉക്കും അയ്യും തയ്ക്കാനുള്ള ഭാഗവും നമുക്ക് ക്ലിയറായിട്ട് കിട്ടും. അതിനുവേണ്ടി എക്സ്ട്രാ നമ്മൾ തുണി വെച്ച് തയ്ക്കേണ്ട ആവശ്യമില്ല. എളുപ്പത്തിൽ തയ്ക്കുന്ന രീതിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം താഴ്ഭാഗം വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി നല്ലതുപോലെ തയ്ച്ചെടുക്കണം. ഇതിന് ശേഷമാണ് നമ്മൾ ഡാട്ട് തയ്ക്കുന്നതിന് വേണ്ടി ഫ്രണ്ട് പോർഷൻ പ്രിൻസസ് കട്ട് മോഡലാണ് തയ്ക്കുന്നത്. ഇതിനു മുൻപായി നമ്മൾ ഷോൾഡർ കണക്ട് ചെയ്ത് തയ്ക്കണം. കണ്ടോ, ഇതിലുപോലെ ഷോൾഡർ കണക്ട് ചെയ്ത് തയ്ച്ചതിന് ശേഷമാണ് ഡാട്ട് തയ്ക്കുന്നത്. ഇതിനു വേണ്ടി കൈക്കുഴിയിൽ നിന്നും വളച്ച് നമ്മൾ ഈ സെൻറ്റർ പോയിൻ്റ് വരെ തയ്ക്കണം. അതൊരു 1/4 ഇഞ്ച് വെച്ച് വേണം തയ്ക്കാൻ. ഇതിന് ശേഷം ഡാട്ടിൽ നിന്നും താഴോട്ട് 1/2 ഇഞ്ച് വെച്ച് വീതിയിൽ വേണം തയ്ച്ചെടുക്കാൻ. ഇത് കട്ടി കുറഞ്ഞ തുണി ആയതുകൊണ്ടാണ് നമ്മൾ ലൈനിങ് കൂടെ ഇട്ട് തയ്ച്ചെടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ കൈയും ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് അനുസരിച്ച് തയ്ച്ചെടുക്കും. അതിനുശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഉക്കും തയ്ച്ച് അയ്യും തയ്ച്ചെടുത്താൽ ബ്ലൗസ് റെഡി. നമ്മുടെ ധാവണി സെറ്റ് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.